സോ ഹേ ഗൈസ്, വെൽക്കം ടു യു ആർ വാച്ചിങ് TV മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ തമിഴിൽ കണ്ട പോലെ ഡിസ്ക് ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റമ്പുകളെ പറ്റിയാട്ടോ നമ്മൾ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ തന്നെ. ഏതൊക്കെ സ്റ്റമ്പ് നമുക്ക് യൂസ് ചെയ്യാം, ഏത് സ്റ്റമ്പാണ് ആപ്റ്റ് സൂട്ട്, ഏതൊക്കെ സ്റ്റമ്പാണ് നമുക്ക് ഓൾട്രേഷൻ ചെയ്യേണ്ട, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ മെയിനായിട്ട് ഇവിടെ ഇരിക്കുന്നതൊക്കെയാണ് ആക്ച്വലി എല്ലാവരും എന്നാ പറയണ്ടേ പൊളിക്കുന്നിടത്തു നിന്നും കോമൺ ആയിട്ട് കുറേ പേര് കിട്ടിക്കൊണ്ട് വരുന്ന സ്റ്റമ്പ് കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിന് അപ്പോൾ ഗൈസ്, ഈ ഫസ്റ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് പൾസർ 150 ഏറ്റവും ആദ്യത്തെ മോഡൽ സ്റ്റമ്പ് കേട്ടോ. എല്ലാവരും ഡിസ്ക് വെക്കുമ്പം പ്രൈമറി ആയിട്ട് ചിന്തിക്കുന്ന കാര്യമാണ് പൾസർ 150 ഡിസ്ക്. പൾസർ 150 തന്നെ 3 ടൈപ്പ് ഇറങ്ങിയിട്ടുണ്ട്. യൂറോ 1 ഉണ്ട്, യൂറോ 2 ഉണ്ട്, യൂറോ അങ്ങനെ എന്ത് പറയും, നമുക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷേ ഏറ്റവും ആദ്യത്തെയാണ് ഇതെന്ന് പറയുന്നത്. ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എന്നാ പറയണ്ടേ നമ്മുടെ ഈ മൾഗാഡ് വെച്ച് സെറ്റ് ചെയ്യുന്ന ക്ലാമ്പ് ഈ ഒരു ടൈപ്പ് ആയിരിക്കും നമ്മുടെ ഈ ഫസ്റ്റ് മോഡൽ വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ RX100 സ്പ്ലെൻഡർ പോലുള്ള എല്ലാ വണ്ടികളും ഇത് ഡയറക്റ്റ് സൂട്ടാണ്. ഒരു രീതിയിൽ ഓൾട്രേഷൻ വേണ്ട, സ്റ്റമ്പ് നേരിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, ഒരു സീനുമില്ല. സ്പ്ലെൻഡറിൻ്റെ ആണെങ്കിൽ മണ്ടക്കത്തെ ഈ ടോപ്പിലത്തെ ഈ സംഭവം ഉണ്ടല്ലോ, ഇതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് സൂട്ട് ആയിക്കോളും, ഒരു സീനില്ല. ശരിക്കും പറഞ്ഞാൽ ഇതല്ല ഇതിന് വരുന്നത്, നമുക്ക് മറ്റേ ടൈപ്പ് വരുന്നത്. നമ്മൾ മാറ്റിപ്പോൾ സ്പ്ലെൻഡറിന് ഇട്ടേക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ, ഒരു സീനുമില്ല. RX100 ഒന്നും ചെയ്യേണ്ട, നേരെ കയറ്റിയാൽ മതി. അടുത്ത തന്നെ നമ്മൾ പൾസറിന് വരുന്ന രണ്ടാമത്തെ മോഡലാണ് ഇത്. ഇത് ആക്ച്വലി ഒരു ഇടയ്ക്കുള്ളൊരു മോഡലാണ്. ചിലർ പറയും ഇത് സൂട്ടാവും, ഡയറക്റ്റ് സൂട്ടാവും, ചിലർ പറയും ഇത് ഡയറക്റ്റ് സൂട്ടാകത്തില്ല. ആക്ച്വലി എനിക്ക് ഈ സെറ്റ് നമ്മുടെ എന്നാ പറയണ്ടേ സ്പ്ലെൻഡറിനകത്ത് ഡയറക്റ്റ് സൂട്ടാകുന്നുണ്ടായിരുന്നു. ഇത് സംഭവം സ്പോക്ക് വീല് തന്നെയാണ്, പക്ഷേ ഈ ഒരു ഏരിയ വന്നിട്ട് ഈ ഒരു ലുക്കായിരിക്കും, അലോയ് വീലിൻ്റെ ലുക്ക് തന്നെ ആയിരിക്കും സംഭവം. ഇതിൻ്റെ സ്റ്റമ്പിൻ്റെ വലുപ്പം ഇതിൻ്റെ സ്റ്റമ്പിൻ്റെ വലുപ്പം സെയിം ആട്ടോ. അപ്പം ഇത് രണ്ടും സ്പ്ലെൻഡറിൽ ഡയറക്റ്റ് സൂട്ടാണ്. ആൻഡ് തേർഡ് ടൈപ്പാണ് ഞാൻ ഇത് വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് സൂട്ടല്ല, അലോയ് വീൽ വരുന്ന പൾസറിൽ വരുന്ന ടൈപ്പ് സ്റ്റമ്പാണ് സംഭവം. ഇത് രണ്ടും കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിലും അതിന് വലുപ്പം കൂടുതലുണ്ട്. ഈ സ്റ്റമ്പിന് വലുപ്പം കൂടുതലുണ്ട്, ഈ സ്റ്റമ്പിന് വലുപ്പം കുറവാണ്. ആൻഡ് കണ്ടല്ലോ, പൾസറിനെയാണ് ഈ മൂന്ന് മോഡൽസ് യൂസ് ചെയ്യുമ്പം ഇതിനകത്ത് വന്നിട്ട് ഈ രണ്ട് മോഡൽസിന് ഓൾട്രേഷൻ ഒന്നും വേണം, ഡയറക്റ്റ് സൂട്ടാണ്. ഈ ഒരു മോഡലിന് ഓൾട്രേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് മെയിൻ കാര്യം. അപ്പം ഡിസ്കിൻ്റെ പ്രൈമറി ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ പ്രൈമറി ആയിട്ട് വയ്ക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നതാണ് പൾസറിൻ്റെ കാര്യം. അപ്പോൾ പൾസറിൻ്റെ ഈ 3 വരുന്നത്. അടുത്ത് നമ്മൾ എല്ലാവരും എടുക്കുന്ന 2 സാധനമാണ് യൂണിക്കോണിൻ്റെയും ഷൈൻ്റെയും. സംഭവം ഷൈന്, ഗ്ലാമർ അങ്ങനത്തെ വണ്ടികളിലെ എല്ലാം സെയിം ആട്ടോ. ഈ ഫ്രണ്ട് സ്റ്റമ്പ് വരുന്നത് ഇത് യൂണിക്കോണിൻ്റെ വരുമ്പോഴത്തേക്കും സംഭവം ഈ കിടക്കുന്ന സ്റ്റമ്പ് വന്നിട്ട് ഡയറക്റ്റ് സൂട്ടാണ് നമ്മുടെ എന്നാ പറയേണ്ട സ്പ്ലെൻഡറിൽ. കുഴപ്പമൊന്നുമില്ല, നേരിട്ട് കയറി പോകുന്നുണ്ട്. സ്റ്റമ്പിൻ്റെ ഇതുണ്ടല്ലോ, ഇതിൻ്റെ നമ്മുടെ എന്നാ പറയണ്ടേ നമ്മുടെ മൾഗാഡ് വെക്കുന്ന സാധനങ്ങളൊക്കെ ലുക്ക് ഉണ്ടല്ലോ, അതാണ് യൂണിക്കോണിൻ്റെ. നമ്മുടെ എന്നാ പറയണ്ടേ ഷൈൻ്റെ വരുമ്പോഴത്തേക്ക് ഷൈൻ ഗ്ലാമർ ടൈപ്പ് വരുമ്പോഴത്തേക്കും കണ്ടല്ലോ ഇതിൻ്റെ ലുക്ക് വരുന്നുണ്ടല്ലോ, നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ സാധാ ടൈപ്പ് വരുന്നത് സംഭവം. ഇതും ഡയറക്റ്റ് സൂട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വണ്ടിയിൽ ഓൾട്രേഷൻ ഒന്നും ഇല്ല, നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യണം എന്നുള്ള മൈൻഡാണ് നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞാൽ യൂണിക്കോണോ ഷൈൻ ഗ്ലാമർ ആ ടൈപ്പോ, അല്ലെങ്കിൽ നമ്മുടെ പൾസർ 150 ഫസ്റ്റ് മോഡലോ. ഈ സെക്കൻഡ് മോഡലും തേർഡ് മോഡലും ചില വണ്ടികൾ സൂട്ടാവുന്നുണ്ട്, ചിലത് പലർക്കും പല അഭിപ്രായമാണുള്ളത്. എനിക്കിത് ഡയറക്റ്റ് സൂട്ടായി, പക്ഷേ ഞാൻ പറയുന്നത് ബെറ്റർ ഫസ്റ്റ് മോഡലും ഷൈനും യൂണിക്കോണും ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഡിസ്ക് സ്റ്റമ്പിനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ. നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ഡിസ്കുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ഈ പൾസറിൻ്റെ പൾസറും ഷൈൻ്റേത് ഷൈനും നമ്മുടെ എന്നാ പറയേണ്ട യൂണിക്കോൺ ആ ടൈപ്പ് എല്ലാ സാധനവും അതിൻ്റേതായിട്ട് തന്നെ യൂസ് ചെയ്യുക, പുതിയതായിട്ടൊന്നും ചിന്തിക്കാതിരിക്കുക. അല്ല നിങ്ങൾ വലിയ ഡിസ്ക് വല്ലതാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ഒരു അപ്പാച്ചയുടെ ഒരെണ്ണം മേടിക്കുക, 2 ഹോൾ ഓർഡർ ചെയ്യാമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അപ്പാച്ചയുടെ ലുക്കും നൈസായിരിക്കും, സാധനം അത്യാവശ്യം നല്ല പെർഫോമൻസുള്ള ഐറ്റം കിട്ടും, നമ്മുടെ അടുത്ത് തന്നെ അവൈലബിൾ ആണ് കാലിപ്പേഴ്സ്. അപ്പം അതാണ് ഞാൻ പറയുന്നത്, കാലിപ്പർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹബ്ബ് യൂസ് ചെയ്യുന്നത്. ഹബ്ബ് നമുക്ക് ഏതിൻ്റെ ഹബ്ബ് നമ്മൾ എടുത്തെന്ന് പറഞ്ഞാലും എന്നാ പറയണ്ടേ ഷൈൻ്റെ അടുത്തെന്ന് പറഞ്ഞാലും ഗ്ലാമറിൻ്റെ അടുത്തെന്ന് പറഞ്ഞാലും എന്നാ പറയണ്ടേ യൂണിക്കോണിൻ്റെ അടുത്തെന്ന് പറഞ്ഞാലും നമ്മുടെ എന്നാ പറയണ്ടേ പൾസറിൻ്റെ അടുത്തെന്ന് പറഞ്ഞാലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമുക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. എല്ലാത്തിൻ്റെയും ആക്സിലിൻ്റെ വലിപ്പം സെയിം ആണ്, പക്ക മാച്ചാണ്, ഒരു സീനും ഇല്ല. എല്ലാത്തിൻ്റെ ആക്സിലിൻ്റെ വലിപ്പം നമ്മുടെ ഈ പൾസർ തൊട്ട് ആ കിടക്കുന്ന ഷൈൻ വരെയുള്ള ഷൈൻ പോട്ടെ നമ്മുടെ ഗ്ലാമർ വരെയുള്ള എല്ലാത്തിൻ്റെയും ആക്സിലിൻ്റെ വലിപ്പം സെയിം ആയതുകൊണ്ട് നമുക്ക് എന്നാ പറയുക നമ്മുടെ ഹബ്ബ് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യാം. അത് മാത്രമല്ല പ്ലേറ്റും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യാം. അതുകൊണ്ട് ആ ഒരു സീനേ ഇല്ല. ഹബ്ബ് സെറ്റ് ചെയ്തിൻ്റെ ഇപ്പോൾ നിങ്ങളൊരു പൾസറിൻ്റെ ഒരു സെറ്റ് എടുത്തിട്ട് അതിനകത്തൊരു ഷൈൻ്റെ ഹബ്ബ് സെറ്റ് കയറ്റാൻ പോകുകയാണെങ്കിൽ ഒരു സീനിൻ്റെ ഹബ്ബ് ഡയറക്റ്റ് സൂട്ടാവും. അതുകൊണ്ട് ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സോ നിങ്ങൾ അതിനകത്ത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് ഗ്രൈൻഡ് ചെയ്യുന്നതിനെ പറ്റി. അപ്പം ഗ്രൈൻഡ്
ഗ്രൈൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീ സ്റ്റമ്പിലോട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റമ്പ് എന്ന് കയറാതെ വരുന്നു അപ്പോഴാണ് നമ്മൾ ടീ സ്റ്റമ്പ് ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലോട്ട് പോകുന്നത്. സോ അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ടീ സ്റ്റമ്പ് ഗ്രൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെയ്ത്തിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. സാധാരണ ചിലവർ 14 ടൂൾ ഇട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ലെവൽ പോകും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ലെവൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റമ്പിലോട്ട് നമ്മുടെ എന്നാ പറയേണ്ടത് ആ ഒരു ഫ്രണ്ട് സെക്ഷൻ ലെവലായിട്ട് നിൽക്കാത്തൊരവസ്ഥ വരും. അത് ആർക്കും വരാൻ പാടില്ല. കാരണം അത് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ അലൈൻമെൻറ്റിനെ ഫുള്ള് ബാധിക്കും. സോ അങ്ങനത്തെ റിസ്ക്കോ കാര്യങ്ങളോ എടുക്കരുത്. ഇത് കൂടാതെ വേറെ കുറേ ടൈപ്പ് ഓഫ് സ്റ്റമ്പ്, അവെഞ്ചർ, എന്നാ പറയണ്ടേ, നമ്മുടെ ഈ പിന്നെ അല്ലാതുള്ള ഡാസിലർ, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. മാക്സിമം ഹോണ്ടയുടെ വണ്ടികളിലെല്ലാം സെയിം സാധനമാണ് വരുന്നത്. ചില വണ്ടികളിൽ ചെറിയ ചെറിയ വ്യത്യാസം വരും. പിന്നെ ഈ അവെഞ്ചറുണ്ട്, പിന്നെ ബജാജിൻ്റെ തന്നെ മറ്റേ പൾസർ 135 LS, അതിൻ്റെയൊക്കെ ഡയറക്റ്റ് സോറി ശരിക്കും പറഞ്ഞാൽ വലിയ വള്ളിയോ കാര്യങ്ങളോ ഒന്നുമില്ല ചെയ്യാനായിട്ട്. അപ്പം അങ്ങനത്തെ ഇതൊക്കെ എടുക്കുന്നവർ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റമ്പിൻ്റെ ഇപ്പം നമ്മുടെ സ്പ്ലെൻഡർ ആണെങ്കിൽ 30 mm ലൈക്ക് ദാറ്റാണ് വരുന്നത് തോന്നുന്നു. അതിൻ്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് അത് ഏതുമായിട്ടാണോ മാച്ച് ചെയ്യുന്നത് അത് സെലക്ട് എടുക്കാമെന്ന് പറയത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല സ്പ്ലെൻഡറിലൊക്കെ വെക്കുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഡിസ്ക് വരുന്ന സ്റ്റമ്പ് സെലക്ട് ചെയ്യാൻ നോക്കുക. എനിക്കൊരു സ്റ്റമ്പ് സെറ്റ് വന്നായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഏത് വണ്ടിയുടെയാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഗ്ലാഡിയേറ്ററിൻ്റെ അല്ല, വേറൊരു വണ്ടിയുടെയാണ്. ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ ഡിസ്ക് സെറ്റിൻ്റെ ഐറ്റംസ് വന്നേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ നമ്മൾ സ്റ്റമ്പ് ചുമ്മാ ഇട്ട് നാശമായി പോകുമായിരുന്നു. അപ്പം നമുക്കത് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത കാരണം അതിൻ്റെ ആക്സിലൊക്കെ വലുത്. അത് ഏതിൻ്റെയാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഡിസ്ക് സെറ്റിൽ സ്റ്റമ്പ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചെറിയ വീഡിയോ. അപ്പം ഒത്തിരി പേരായിട്ട് വിളിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് ഏത് സ്റ്റമ്പ് യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, ഏത് സ്റ്റമ്പാണ് ബെറ്റർ, ഏത് അഡാപ്റ്റർ സൂട്ട് എന്ന് പറഞ്ഞാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം സംഭവം ഇതാണ്. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. മനസ്സിലായിട്ടില്ലാത്തവർ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം റിപ്ലേസ് തരാൻ നോക്കാം. പിന്നെ ഇതിൽ വേറൊരു കാര്യം എല്ലാവരും ചോദിക്കുന്നതാണ് സ്പ്ലെൻഡറിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈറ്റ്. ചിലർ നേരത്തെ ഹൈറ്റിനായിട്ട് ആടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡിസ്ക് ചെയ്യുമ്പോൾ വേറെ ഹൈറ്റായിട്ട് പണിയാം. വേണ്ട, സ്പ്ലെൻഡറിൽ യൂസ് ചെയ്യുന്ന ഹൈറ്റിനായിട്ട് ഇത്രയും സ്റ്റമ്പുകളിലും യൂസ് ചെയ്യാം. ഒരു സീനുമില്ല. ഇതെല്ലാം ഡയറക്റ്റ് സൂട്ടാണ്. സ്പ്ലെൻഡറിന് യൂസ് ചെയ്യുന്ന ഹൈറ്റിനായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഷൈനിൽ യൂസ് ചെയ്യുന്ന പൾസർ യൂസ് ചെയ്യാം. സ്പ്ലെൻഡർ യൂസ് ചെയ്യാം. ഒരു സീനുമില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് സൂട്ടാണ്. സോ അതിനെപ്പറ്റിയും ആർക്കും ഒരു എന്നാ പറയേണ്ടത് പേടിയും വേണ്ട. നിങ്ങൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ കാശ് കളയുന്നുള്ള പേടി വേണ്ട. നിങ്ങൾ ഓൾറെഡി ഹൈറ്റിനായിട്ട് മേടിക്കുവാണെങ്കിൽ അത് നമുക്ക് വേറെ സ്പ്ലെൻഡറിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം ഡ്യുവൽ ഡിസ്ക് ചെയ്യുമ്പം സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഒരേ സൈഡിൽ 2 സ്റ്റമ്പ് മേടിക്കും. ആക്ച്വലി എല്ലായിടത്തും എല്ലാ പൊളിക്കുന്നിടത്തും അങ്ങനെ ഒരു സൈഡിൽ സ്റ്റമ്പ് തരണം നിർബന്ധമില്ല. ഇപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയാണ്. ഇപ്പം ഞാനൊരു കാര്യം നോക്കാൻ പോകുന്നത് അലുമിനിയം വെൽഡിംഗ് ആണ്. അത് നമ്മൾ വിജയകരമായിട്ട് ജയിക്കുകയാണെങ്കിൽ ഞാൻ അത് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഭാവിയിൽ നമ്മൾ വേറെ അപ്ഡേറ്റ് ചെയ്തേക്കും. അപ്പോൾ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റമ്പുകളെ പറ്റിയുള്ള എനിക്ക് പറയാനുള്ളത്. എന്നാ പറയണ്ടേ, കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ ഒന്ന് വൃത്തിക്ക് പറഞ്ഞതേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുള്ള താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളത് തിരുത്താൻ ശ്രമിക്കാം. എനിക്കറിയാത്ത അറിവുകൾ എന്തെങ്കിലും നിങ്ങൾ ഇനിയും ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് സൂട്ടായിട്ടുള്ള സ്റ്റമ്പുകൾ നിങ്ങളുടെ വണ്ടിയിൽ ഏതാണ് ഇരിക്കുന്നത് അതിനെപ്പറ്റി താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനെപ്പറ്റിയും പഠിക്കാം. ഉള്ള ഒത്തിരി പേർക്ക് അതിനെ പറയണേ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ അറിയും അതിനെപ്പറ്റി. സോ അതൊക്കെയാണ് സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യേണ്ട കാരണം കമൻറ്റ് ചെയ്യുക. വെരി ഡിസ്മിഷ് വാസാനിങ് ഫ്രം TVM ഓട്ടോ.